ഹായ് ഫ്രണ്ട്സ്, ഏവർക്ക് ഡിജിറ്റൽ ഓഡിയോ ടെക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ ഒരു അടിപൊളി ഐറ്റം കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അൺബോക്സ് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ. സോ നേരിട്ട് അൺബോക്സിംഗ് വീഡിയോയിലേക്ക്. അപ്പൊ നമ്മുടെ ഈ ഒരു അൺബോക്സ് ചെയ്തപ്പോൾ ഈ രണ്ട് ഐറ്റം ആണ് അതിനകത്തുള്ളത്. അപ്പോൾ ഈ ബോക്സ്, ചെറിയ ബോക്സ് ഇവിടെ ഇരിക്കട്ടെ. ആദ്യം വലിയ ബോക്സ് നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് വന്ന ഐറ്റം. ഓക്കെ, നമുക്ക് ഒപ്റ്റിക്കലും കൊയാക്സിലും ARC ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ 5.1 ആയിട്ട് ഓഡിയോ ഔട്ട് കിട്ടുന്ന ഒരു ഡീകോഡറാണ്. അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പോവാം. നമുക്ക് ഈ ചെറിയ ബോക്സിനകത്ത് എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് വന്നിട്ടുള്ളത് ഇതിന്റെ പവർ സപ്ലൈ ആണ്. ഈ ഒരു ഡീകോഡർക്ക് വേണ്ട പവർ സപ്ലൈയും അതിന്റെ റിമോട്ടും ആണ്. ഈ ഒരു ഐറ്റം നമുക്കൊന്ന് ഈ കവർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് Geestar ഓഡിയസിന്റെ ഒരു കിഡിലൻ ഡീകോഡറാണ്. ഒപ്റ്റിക്കൽ, കൊയാക്സിൽ, ARC എന്നിവന്നൊക്കെ ഡോൾബി DTS എന്നിവ എല്ലാം ഡീകോഡ് ചെയ്യുന്ന ഒരു കിഡിലൻ ഡീകോഡറാണ്. ഇതിനകത്ത് മ്യൂസിക് പ്ലെയർ ആണ്, USB മ്യൂസിക് പ്ലെയർ ആണ്, ബ്ലൂടൂത്ത് ഉണ്ട്, പിന്നെ വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ ഉണ്ട്. അങ്ങനെ ഒത്തിരി ഫംഗ്ഷൻസ് ഉള്ള ഒരു അടിപൊളി ഐറ്റാണ്. ആദ്യം നമുക്ക് ഇതിന്റെ ഫിസിക്കലായിട്ട് എന്തൊക്കെയുണ്ട്, കണക്ഷൻസും അതുപോലെ തന്നെ കൺട്രോൾ എന്തൊക്കെയുണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ അതിന്റെ സ്വിച്ച് ഉണ്ട്, ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് കുറെ ഡോൾബി ഓഡിയോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. ഇതൊരു മീഡിയ പ്ലെയറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു MP3 വേവ്, ഫ്ലാഗ് അങ്ങനെയുള്ള ഫോർമാറ്റ് എല്ലാം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. സോ അത് ഇൻപുട്ട് നമ്മൾ USB കൊടുക്കാം ഇവിടെ. അതുപോലെ തന്നെ ഇത് നെക്സ്റ്റ്, പോസ്, പ്ലേ, അതുപോലെ തന്നെ ഇത് പ്രീവിയസ്, ഇത് നെക്സ്റ്റ്, ഇത് പോസ്, പ്ലേ, ഇത് മോഡ് ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ ഇത് നമ്മുടെ മീഡിയ പ്ലെയറിൽ വരുന്ന മാതിരിയാണ്. ഇതൊരു ഡിസ്പ്ലേ കൂടിയാണ്. ഇതിനകത്ത് അതൊക്കെ ഓൺ ചെയ്താലേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു കൺട്രോൾ ഉണ്ട്. ഇതൊരു വോളിയം കൺട്രോൾ അല്ല, ഇതൊരു എൻകോഡർ ആണ്. സോ നമുക്ക് ഫംഗ്ഷൻ സെലക്ട് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് ഈ ഒരു ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന്റെ പവർ സപ്ലൈ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇതിന്റെ കൂട്ടത്തിൽ അഡാപ്റ്റർ വന്നിട്ടുണ്ട്. അഡാപ്റ്റർ എന്നുള്ള പവർ സപ്ലൈ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഇനി ഇവിടെ ഒരു വയർ കൊടുത്തിട്ടുണ്ട്. ഈ വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ FM ഫംഗ്ഷൻ ഉള്ളതാണ്. അപ്പൊ FM-ന്റെ ആന്റണിക്ക് വേണ്ടിയിട്ടാണ് ഈ വയർ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം കാണുന്നത് കൊയാക്സിൽ 1ഉം കൊയാക്സിൽ 2 ആണ്. അപ്പൊ അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ 1, ഒപ്റ്റിക്കൽ 2, രണ്ട് ഒപ്റ്റിക്കൽ ഇവിടെ കൊടുക്കാം, രണ്ട് കൊയാക്സിൽ കൊടുക്കാം, കൂടാതെ ഒരു HDMI ARC കൂടി ഇവിടെ കൊടുക്കാം. അപ്പൊ ഈ ഇത്രയും ഐറ്റംസ് നമുക്കിവിടെ കൊടുക്കാനുള്ള ഇൻപുട്ട് ഉണ്ട്. ഇവിടെ ഓക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓഡിയോ ഔട്ട് ആണ്. ഇത് FL, FR, SL, SR, അതുപോലെ തന്നെ സെന്റർ സബ്വൂഫർ എന്ന് പറഞ്ഞിട്ട് ഓഡിയോ ഔട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതൊരു മീഡിയ പ്ലെയർ പ്ലസ് ഒരു ഡീകോഡർ ആണ്. രണ്ടും കൂടിയുള്ള ഒരു സംഭവമാണ്. ഇതിന്റെ പ്രത്യേകതകളൊക്കെ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇത് കൂടെ വന്നിട്ടുള്ളത് പവർ അഡാപ്റ്റർ ആണ്. ഇത് 12 വോൾട്ട് 1.5 ആംപിയറിന്റെ ഒരു അഡാപ്റ്റർ ആണ്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു അഡാപ്റ്റർ ആണ് കൂടെ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിന്റെ റിമോട്ട് ആണ്. റിമോട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു റിമോട്ട് ആണ്. ഇതിൽ കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒപ്റ്റിക്കൽ 1, 2 ആണ് ഇവിടെ ഫസ്റ്റ് കാണുന്നത്. അതുപോലെ തന്നെ കൊയാക്സിൽ 1, 2 ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു BT എന്നുകൊണ്ടും ഇവിടെ മെൻഷൻ ചെയ്യേണ്ട ബ്ലൂടൂത്ത് ആയിരിക്കും. ഇവിടെ USB, അതുപോലെ തന്നെ വോളിയം അപ്പ്, മൈനസ്. ഇത് നമ്മുടെ മീഡിയ പ്ലെയറിന്റെ വോളിയം അപ്പ് ഡൗൺ ആയിരിക്കും. ഇത് നെക്സ്റ്റ്, പോസ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ FM മോഡ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ, ഓക്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അത്രയൊക്കെ ഉണ്ട്. ഇത് മീഡിയ പ്ലെയറുമായി ബന്ധപ്പെട്ട കുറച്ച് ഐറ്റംസ് ആണ്. 2.0, 5.1 നമുക്ക് സ്റ്റീരിയോയും അത് 5.1 സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഈ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ ഡീകോഡ് ചെയ്ത് വരുന്ന ആ ഒരു ഫ്രണ്ട് ചാനലിന്റെയും അതുപോലെ തന്നെ സറൗണ്ട് ചാനലിന്റെയും ഒക്കെ വോളിയം നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട്, ഓരോ ചാനലിലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കൂട്ടും കുറയ്ക്കും ചെയ്യാം. അതായത് FL, ഫ്രണ്ട് ലെഫ്റ്റിന്റെ വോളിയം ഇവിടെ നമുക്ക് അപ്പ് ഡൗൺ ചെയ്യാം. സെന്ററിന്റെ അതുപോലെ തന്നെ ഈ ഭാഗത്താണ് പ്ലസ് മൈനസും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ FR ഫ്രണ്ട് റൈറ്റിന്റെ ഇവിടെ ഫ്രണ്ട് സറൗണ്ട് ലെഫ്റ്റിന്റെ ആണ്. ഇവിടെ സബ്വൂഫറിന്റെ ഇത് സറൗണ്ട് റൈറ്റ് എന്നിങ്ങനെ എല്ലാ ചാനലിന്റെയും സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്കിവിടെ വോളിയം അപ്പ് ഡൗൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നുന്നത്. കാരണം നമുക്ക് മറ്റു പല ഡീകോഡറിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൂട്ടാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡീകോഡർ എന്നതിനേക്കാൾ ഉപരി ഇതൊരു റിമോട്ട് കിറ്റ് ആണ്. ഇതൊരു DSP റിമോട്ട് കിറ്റ് ആണ്. ഫുള്ളി ഫംഗ്ഷണൽ റിമോട്ട് കിറ്റ് ആണ്. അപ്പൊ അത് നമുക്ക് കണക്ട് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമുക്ക് ആംപ്ലിഫയർ ആയിട്ട് വേണമെങ്കിൽ ആംപ്ലിഫയർ ഒരു ഇതിനകത്ത് വെച്ചിട്ട് ഒരു DSP റിമോട്ട് കിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എക്സ്റ്റേണലി വെക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ ഫംഗ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ എന്റെ MI ബോക്സ് ഓഡിയോ റഷുമായിട്ടാണ് കണക്ട് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒപ്റ്റിക്കൽ ഔട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ഓഡിയോ റഷ് മാറ്റിയിട്ട് ഈ ഒരു ഡീകോഡർ ഇപ്പോൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡീകോഡർ ഇവിടെ പ്ലേസ് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിന്റെ പവർ സപ്ലൈ കണക്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ അഡാപ്റ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ടർ ഈ പ്ലഗിലേക്ക് പ്ലഗ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒപ്റ്റിക്കൽ ഓഡിയോ ഔട്ടാണ്. അതിപ്പോൾ നമ്മൾ ഓഡിയോ റഷിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. സോ അതൊന്ന് അഴിച്ചിട്ട് ഈ ഒരു
ഡീകോഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്ലഗ് ചെയ്യുക. അതിൻ്റെ ഒപ്റ്റിക്കൽ 1ലേക്കാണ് ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടാണ് കണക്ട് ചെയ്യാനുള്ളത്. 5.1 ഓഡിയോ ഔട്ട്പുട്ട്. നിലവിൽ നമ്മൾ ഓഡിയോ റഷിൻ്റെ ഔട്ടിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ അത് മാറ്റിയിട്ട് നമ്മൾ ഈ ഡീകോഡിലേക്ക് കണക്ട് ചെയ്യാം. FL, FR, SL, SR, സെൻറ്റർ, സബ്ബൂഫർ എന്നിങ്ങനെ 5.1 ചാനൽ നമുക്ക് ഇതിലേക്ക് കൃത്യമായിട്ട് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാം. 5.1 ഓഡിയോ ഔട്ട്പുട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ അഡാപ്റ്ററിൽ നിന്നുള്ള പവർ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. MA ബോക്സിൽ നിന്നുള്ള ഇതിൻ്റെ ഒപ്റ്റിക്കൽ 1ലേക്കും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണക്ഷൻസ് എല്ലാം ഓക്കെയാണ്. ഇനി നമുക്കിത് പവർ ഓൺ ചെയ്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഗീസ്റ്റാറിൻ്റെ ഈ ഒരു ഡീകോഡർ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൾറെഡി അഡാപ്റ്ററിൽ ഞാൻ പവർ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള പവർ കൂടി നമുക്കൊന്ന് ഓൺ ചെയ്യാം. ഓക്കെ, പവർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓണായി വരുന്നത് ഹായ് ഒരു വെൽക്കം നോട്ടാണ് ആദ്യം വരുന്നത്. എന്നിട്ട് ബ്ലൂടൂത്ത് മോഡിലാണ് വന്ന് കിടക്കുന്നത്. ഓക്കെ, നമുക്കിതിനകത്ത് എന്തൊക്കെ മോഡ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൽ മോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് ബ്ലൂടൂത്ത് കഴിഞ്ഞ് FM കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സ് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ കോയാക്സിൽ 1, കോയാക്സിൽ 2 വരുന്നുണ്ട്. ഇനിയെല്ലാം ഡിജിറ്റൽ ഇൻപുട്ടുകളാണ് വരുന്നത്. കോയാക്സിൽ 1 ഉം 2. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ 1 വരുന്നുണ്ട്, ഒപ്റ്റിക്കൽ 2, പിന്നെ ARC. ഓക്കെ, അപ്പോൾ ഇത്രയും മോഡുകൾ ആണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ റിമോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റിമോട്ടിലും ഏകദേശം ഇതേ ഫംഗ്ഷൻസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ 1, അതുപോലെ തന്നെ ഇവിടെ ഒപ്റ്റിക്കൽ 2, അങ്ങനെ എല്ലാ ഫംഗ്ഷനും ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ മാസ്റ്റർ വോളിയം ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ ഡിക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ FM മോഡ് നമുക്ക് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്സിലറി മോഡ് നമുക്ക് കണക്ട് ചെയ്യാം. ഇങ്ങനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, റിമോട്ടിൽ സെപ്പറേറ്റ് തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ 6 ചാനലിൻ്റെയും വോളിയം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ലെഫ്റ്റിൻ്റെ വോളിയം നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ കാണുന്നത് സെൻട്രൽ ചാനലിൻ്റെ വോളിയം കൺട്രോളിംഗ് ആണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് റൈറ്റിൻ്റെ വോളിയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് താഴത്തായിട്ട് സറൗണ്ട് ലെഫ്റ്റിൻ്റെ വോളിയം നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ റൈറ്റ് സൈഡായിട്ട് സറൗണ്ട് റൈറ്റിൻ്റെ വോളിയം നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് രണ്ടിൻ്റെയും സെൻട്രലായിട്ട് താഴെയായിട്ട് കാണുന്നത് സബ്ബൂഫറിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഈ ഒരു അടിപൊളി ഡീകോഡർ തന്നെയാണ് ഗീസ്റ്റാറിൻ്റെ ഈ ഒരു ഡീകോഡർ എന്ന് പറയാനായിട്ട്. ഇതിൻ്റെ ഡീകോഡിംഗ് സെക്ഷൻ ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതൊരു നല്ലൊരു മ്യൂസിക് പ്ലെയർ ആണ്. സോ USB നമുക്ക് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴിയൊക്കെ പ്ലേ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് USB ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മ്യൂസിക് പ്ലെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ USB സെലക്ട് ചെയ്തു. PCM മോഡിലാണ് വർക്ക് ആവുന്നത്. നോക്കി അറിയാൻ പറ്റും. USB PCM ആയിട്ടാണ് വർക്ക് ആവുന്നത്. കാരണം അത് 2 ചാനൽ ഫയലാണ്, അതുകൊണ്ടാണ് അങ്ങനെ വർക്ക് ചെയ്യുന്നത്. നമ്മളിതിൻ്റെ റിമോട്ടിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുള്ള ചെറിയൊരു LED അത് ബ്ലിങ്ക് ചെയ്യും ഇങ്ങനെ ഡബിളായിട്ട്. സോ അത് നമുക്കിത് റിമോട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും ഇപ്പോൾ ചില സമയത്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് റിമോട്ടിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ബാറ്ററി ഡൗൺ ആയാലും ഒക്കെ ഇത് നമുക്ക് ഈ ഇൻഡിക്കേഷൻ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ Geestar ഡീകോഡറിൻ്റെ മ്യൂസിക് പ്ലെയർ സെക്ഷൻ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ക്ലാരിറ്റിയിലൂടെ തന്നെ നമുക്ക് ശബ്ദം കിട്ടുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫോർമാറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് അതിനെക്കുറിച്ച് ചെയ്യുന്നതാണ്. സോ ഇപ്പോൾ ഇതിൻ്റെ മ്യൂസിക് പ്ലെയർ സെക്ഷൻ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഓഡിയോ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഡിജിറ്റൽ ഓഡിയോ എങ്ങനെ ഡീകോഡിംഗ് സെക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മളൊരു ഡിജിറ്റൽ ഓഡിയോ ഇൻപുട്ടാണ് ഇതിൽ ഒപ്റ്റിക്കൽ ഈ MA ബോക്സിന്റെ ഒപ്റ്റിക്കൽ ഓഡിയോ ഔട്ടാണ് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒപ്റ്റിക്കൽ 1ലാണ് കൊടുത്തിട്ടുള്ളത്. ഒപ്റ്റിക്കൽ 1 ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഒപ്റ്റിക്കൽ 1 വന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു MA ബോക്സിനകത്ത് നമുക്കൊരു ഡിജിറ്റൽ ഓഡിയോ കണ്ടന്റ് ഇപ്പോൾ കോമൺ ആയിട്ട് PCMലാണ് നിൽക്കുന്നത്. നോക്കി അറിയാൻ പറ്റും. നമ്മൾ MA ബോക്സിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇതിന്റെ ഡ്രൈവ് ഇതിൽ കാണിക്കുന്നുണ്ട്, USB ഡ്രൈവ്. ഇതിൽ ഞാൻ കുറച്ച് ഡിജിറ്റൽ ഫയൽസ് ഉണ്ട്, ട്രെയിലേഴ്സ് ഉണ്ട് ഡോൾബിയുടെ. അപ്പോൾ അതിലെ ഏതെങ്കിലും ഒന്ന് നമ്മൾ കോമൺ ആയിട്ട് വരുന്ന അമേസ് എന്നുള്ളൊരു ഫയലാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ എന്ത് കാണിക്കുന്നു എന്ന് നോക്കാം. ഇവിടെ നോക്കി അറിയാൻ പറ്റും PCM മാറിയിട്ട് ഡോൾബിയുടെ സിമ്പൽ വന്നിട്ടുണ്ട്. D എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഒരു ഡോൾബി സിമ്പലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഡോൾബി വരുമ്പോൾ കൃത്യമായിട്ട് അതിൽ ഡോൾബി എന്ന് നമുക്ക് മെൻഷൻ ചെയ്യും. കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക്
ഇനി നമുക്കിത് ഒന്ന് ബാക്ക് അടിക്കാം. ഇനി അടുത്തത് ഇതൊരു DTSന്റെ ഫയലാണ്. DTSന്റെ ഫയൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് വന്നത് നോക്കാം. ഇത് DTSന്റെ ഒരു ഫയലാണ്. ഇതാണ്ടോ DTS എന്ന് കാണിക്കുന്നുണ്ട്. സോ DTS ഫയൽ ചെയ്യണമെങ്കിൽ DTSും ഡോൾബി ആണ് വരുന്നതെങ്കിൽ ഡോൾബി എന്ന് ഇവിടെ എഴുതി കാണിക്കും. സോ നമുക്ക് വേണമെങ്കിൽ വേറൊരു ഫയൽ കൂടി വേണമെങ്കിൽ നോക്കാം. ഇത് ഡോൾബിയുടെ മറ്റൊരു ഫയലാണ്. ഇപ്പോൾ ഓക്കെ, ഡോൾബിയുടെ നമ്മൾ അത് ഓണാക്കുമ്പോൾ തന്നെ ഇത് മാറി ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഡോൾബി മാറ്റി ഇനി DTSന്റെ തന്നെ വേറൊരു ഫയല് എൻ്റെ അടുത്ത് DTS MAയുടെ ഒരു ഫയലാണ്. DTS ഇതിൽ വരുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഓക്കെ, Geestarന്റെ ഈ ഒരു ഡീകോഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ഡീകോഡർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇതിൽ മൾട്ടി ഫംഗ്ഷനിലാണ്. ഇതിന്റെ മ്യൂസിക് പ്ലെയർ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്. ഇതിന്റെ ഡിജിറ്റൽ ഓഡിയോ ഡീകോഡിംഗ് സെക്ഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് 2 കോയാക്സിൽ 2 ഒപ്റ്റിക്കൽ അതുപോലെ തന്നെ ARC ഫംഗ്ഷനും ഉള്ളതാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ചാനലിന്റെയും വോളിയം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഒരു DSP റിമോട്ട് കിറ്റ് ആണ് ഇതിന്റെ ഇൻബിൽഡ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് 5000 രൂപയോളം വിലയുണ്ട്. ഇത് വലിയൊരു പ്രൈസ് അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോർഡിന് മാത്രം മറ്റു ചില കമ്പനിക്കാർ ഇതിൻ്റെ റിമോട്ട് കിറ്റ് DSP റിമോട്ട് കിറ്റ് ബോർഡിന് മാത്രം 7000 രൂപയും ആ റേഞ്ചിലൊക്കെ അതിന് മേലെയൊക്കെയാണ് വില വരുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു ക്യാബിനറ്റിലാണ് വരുന്നത്. പവർ സപ്ലൈ ഉണ്ട്, റിമോട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷൻസ് ഒക്കെ കൊടുക്കാനുള്ള എല്ലാ സംവിധാനത്തോടു കൂടിയാണ് ഇത് ഈ ഒരു പ്രൈസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കിറ്റ് ആവശ്യമുണ്ടെങ്കിൽ, ഈ ഒരു ഡീകോഡർ Geestarന്റെ ഈ ഒരു ഡീകോഡർ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ മാക്സിമം കോൾ ചെയ്യാതിരിക്കുക. കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും കോൾ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. വൈകുന്നേരങ്ങളിൽ നമ്മൾ മാക്സിമം ഫ്രീ ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെയും ഏവർക്കും ബൈ.